ഹലോ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമുക്ക് പഠിക്കാനുള്ളത് C++ എന്ന പ്രോഗ്രാമിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചറാണ്. ഇത് നമ്മുടെ സിലബസിൽ മെൻഷൻ ചെയ്യുന്ന ടോപ്പിക്കാണ്. എക്സാമിന് മേ ബി 4 മാർക്സിനൊക്കെ തിയറി ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാം. ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ, ഒരു C++ പ്രോഗ്രാം നമ്മൾ എഴുതുമ്പോൾ അല്ലെങ്കിൽ ഒരു C++ പ്രോഗ്രാമിൽ ഓരോ ഏരിയയും, അതായത് ഓരോ സെക്ഷനും ഓരോ പേര് കൊടുത്തിട്ടുണ്ട്. ആ ഓരോ ഏരിയയും എന്തിനാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് ഡിഫൈൻ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രക്ചർ, ഒരു C പ്രോഗ്രാം എടുത്താൽ അതിൻ്റെ ഒരു സ്ട്രക്ചർ എന്താണെന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. അത് തിയറിറ്റിക്കലായിട്ടുള്ള ആസ്പെക്റ്റാണ്. നമ്മൾ പ്രോഗ്രാം എഴുതുമ്പോൾ ഇത് പോലെ തന്നെ എഴുതണം എന്നൊന്നുമില്ല. എന്നാലും ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം കാണുമ്പോൾ ഈ പറയുന്ന സെക്ഷൻസ് എല്ലാം അതിലുണ്ടായിരിക്കാം എന്നാണ് പറയുന്നത്. അല്ല, എല്ലാ പ്രോഗ്രാംസും എടുക്കുമ്പോൾ ഈ സെക്ഷൻസ് എല്ലാം അതിലുണ്ട് എന്നല്ല അതിൻ്റെ അർത്ഥം. ഇതിൽ പല സെക്ഷൻസും ഉണ്ടായില്ല എന്ന് വരും. എന്നാലും ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടൊരു സ്ട്രക്ചർ പറയുമ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഒരു C++ പ്രോഗ്രാമിൽ ഉണ്ടാവും എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഇതിൽ ഞാനിപ്പോൾ ഈ കാണിക്കുന്നത് നമ്മുടെ ബാലഗുരുസ്വാമിയുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ഒരു ഫോമാറ്റാണ്. വേറെ ടെക്സ്റ്റ് ബുക്കിൽ വേറെ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. എന്നാലും എല്ലാത്തിലും കൊടുത്തിരിക്കുന്ന ഏകദേശം ഒരേ ഐഡിയ തന്നെയാണ്. നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ പഠിക്കുക. ഈ ഒരു ടേബിൾ ഫോമിലായിട്ടുള്ള സംഭവമാണ് ആക്ച്വലി നിങ്ങൾ എക്സാമിന് എഴുതേണ്ടത്. ഇതിൽ ആദ്യത്തെ ഏരിയ എന്ന് പറയുന്നത് ഡോക്യുമെൻറ്റേഷൻ സെക്ഷൻ എന്നാണ്. അതായത് എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ, നമ്മുടെ ഈ സിമ്പിളിൻ്റെ അകത്ത് എന്തെങ്കിലും മെൻഷൻ ചെയ്താൽ അത് കമൻറ്റ് പോലെ നമുക്ക് വായിക്കാനായിട്ട് ഇവിടെ എഴുതാനായിട്ട് സാധിക്കും. അതേസമയം ആ സ്റ്റേറ്റ്മെൻറ്റ് കമ്പയർ എക്സിക്യൂട്ട് ചെയ്യത്തില്ല. അപ്പോൾ എന്തെങ്കിലും ഡിസ്ക്രിപ്ഷനോ അല്ലെങ്കിൽ ഇൻഫർമേഷൻ പാസ് ചെയ്യാനോ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഈ ഇങ്ങനെ ഒന്നുകിൽ // കൊടുക്കും, അല്ലെങ്കിൽ ഇങ്ങനെ /*// ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും നമുക്ക് എഴുതാം. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് അത് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. അപ്പോൾ ആ സെക്ഷനെയാണ്, ആ പോർഷൻ എഴുതുന്ന സെക്ഷനെയാണ് ഡോക്യുമെൻറ്റേഷൻ സെക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ പ്രോഗ്രാം എഴുതിയപ്പോൾ സാധാരണ #include കഴിഞ്ഞിട്ട് പിന്നെ നെയിം സ്പേസ് സ്റ്റാൻഡേർഡും കഴിഞ്ഞിട്ടാണ് ഈ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന പോർഷൻ എഴുതിയത്. അതല്ല, ഏറ്റവും ഫസ്റ്റ് ലൈനായിട്ട് തന്നെ ഡിസ്ക്രിപ്ഷൻ എഴുതാം. ബാലഗുരുസ്വാമിയുടെ ബുക്കിൽ ഏറ്റവും ആദ്യത്തെ ലൈനായിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അപ്പം ആദ്യത്തേതെന്ന് പറഞ്ഞാൽ ഡോക്യുമെൻറ്റേഷൻ സെക്ഷനാണ്. അത് കഴിഞ്ഞിട്ടാണ് ലിങ്ക് സെക്ഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഹെഡർ ഫയൽസ് നമ്മൾ എഴുതുന്ന പ്രോഗ്രാമുമായിട്ട് ലിങ്ക് ചെയ്യണം. അതിനാണ് #include എഴുതി IOStream എന്ന് പറയുന്ന ഓരോ ഹെഡർ ഫയൽസ് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഹെഡർ ഫയൽ മെൻഷൻ ചെയ്യുന്ന ആ സെക്ഷനെ ലിങ്ക് സെക്ഷൻ എന്ന് പറയും. പിന്നെ വരുന്നതാണ് ഡെഫിനിഷൻ സെക്ഷൻ. അതായത് നമ്മൾ കോൺസ്റ്റൻസ് ഡിഫൈൻ ചെയ്യാനായിട്ട് ഈ ഒരു ഇങ്ങനെ #ഇട്ട് ഡിഫൈൻ എന്ന് എഴുതി കോൺസ്റ്റൻസിൻ്റെ പേരും അതിൻ്റെ വാല്യൂ ഒക്കെ നമ്മൾ മെൻഷൻ ചെയ്യുമല്ലോ. അതിനെയാണ് ഡെഫിനിഷൻ. ആ സെക്ഷനെ നമ്മൾ ഡെഫിനിഷൻ സെക്ഷൻ എന്ന് പറയും. പിന്നെ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് വരുന്നുണ്ട്. ഈ ഫംഗ്ഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്ക് സെക്കൻഡ് മോഡ്യൂളിലാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആ ഫംഗ്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ കൂടെ വരുന്നതാണ് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ്. യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് നമ്മളൊരു പ്രോഗ്രാമിൽ എഴുതുമ്പോൾ അതിൻ്റെ മോളിൽ മെയിൻ ഫംഗ്ഷന് മുന്നേ ആയിട്ട് ഈ ഫംഗ്ഷൻ്റെ പ്രോട്ടോടൈപ്പും കൂടെ എഴുതാനായിട്ടുണ്ട്. ഇതെന്താണ് എന്ന് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് സെക്കൻഡ് മോഡ്യൂളിൽ പഠിക്കും. ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് പഠിക്കുക ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എന്ന് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. പിന്നെ ഉള്ളത് ഗ്ലോബൽ വേരിയബിൾസിൻ്റെ ഡിക്ലെയർ ചെയ്യുന്ന സെക്ഷൻ. അതായത് ഗ്ലോബൽ വേരിയബിൾസ് ആണെങ്കിൽ സാധാരണ നമ്മൾ മെയിൻ ഫംഗ്ഷൻ്റെ അകത്താണ് ഈ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തത്. ഇൻറ്റ് ABC എന്നൊക്കെ പറഞ്ഞ് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്ത് മെയിൻ ഫംഗ്ഷൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ്. ആ വേരിയബിൾസ് നമ്മൾ ലോക്കൽ വേരിയബിൾസ് എന്നാണ് പറയുന്നത്. അത് ഈ ഫംഗ്ഷൻ്റെ അകത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന വേരിയബിൾസാണ്. അതല്ലാതെ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് ആയിട്ടും അല്ലെങ്കിൽ കോമൺ ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന വേരിയബിൾസിനെയാണ് ഗ്ലോബൽ വേരിയബിൾസ് എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചില്ല, വേരിയബിൾസിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. നമുക്ക് ഫസ്റ്റ് മോഡ്യൂൾ നമ്മൾ പഠിച്ചില്ല, പിന്നെ നമ്മൾ പഠിക്കും. അപ്പോൾ ആ ഗ്ലോബൽ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുന്ന സെക്ഷനാണ് ഈ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് കഴിഞ്ഞ് വരുന്നത്. അത് സാധാരണ മെയിൻ ഫംഗ്ഷന് മുന്നെയാണ് ഗ്ലോബൽ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുന്നത്. പിന്നെയാണ് മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്ന ആ സെക്ഷൻ വരുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ഈ കേർലി ബ്രാക്കറ്റിൻ്റെ അകത്തായിട്ട് ഇടുന്നത്. കേർലി ബ്രാക്കറ്റിൻ്റെ അകത്ത് നമ്മൾ ലോക്കൽ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് വരും. പിന്നെ ബാക്കി നമ്മുടെ പ്രോഗ്രാമിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സും ഫംഗ്ഷൻ ഒക്കെ ഉപയോഗിച്ച് നമ്മൾ പ്രോഗ്രാം എഴുതും. അപ്പോൾ ആ സെക്ഷൻ നമ്മൾ ഇങ്ങനെ എഴുതും. അത് കഴിഞ്ഞിട്ടാണ് ഈ കേർലി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് ഈ മെയിൻ ഫംഗ്ഷൻ പുറത്താണ് പിന്നെ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് വരുന്നെങ്കിൽ അത് നമ്മൾ സാധാരണ എഴുതുന്നത്. യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് നമ്മൾ സെക്കൻഡ് മോഡ്യൂളിലേ പഠിക്കുകയുള്ളൂ. അപ്പോൾ അത് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ സാധാരണ മെയിൻ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് ആ പോർഷൻ കഴിഞ്ഞിട്ടാണ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഇതാണ് ഒരു ബേസിക് സ്ട്രക്ചർ ഓഫ് എ C++ പ്രോഗ്രാം എന്ന് പറയാം. ഇത് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ ഈ ടേബിൾ അതേ ഓർഡറിൽ തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇതിലേതെങ്കിലും 1-2 സെക്ഷൻ വിട്ടുപോയാലും കുഴപ്പമൊന്നുമില്ല. എന്നാലും പറ്റുന്ന രീതിയിൽ ഇത് ഫുള്ളും അതുപോലെ പഠിക്കുക. എക്സാമിന് 4 മാർക്സിന് ചോദിക്കും. ഇതാണ് ബേസിക് സ്ട്രക്ചർ ഓഫ് എ C++ പ്രോഗ്രാം. ബാക്കി അടുത്ത വീഡിയോയിൽ. താങ്ക് യു.